എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കിരിക്കുവാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാമോ? നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഒരു നൈറ്റ് ഡ്രൈവ് പോകുകയാണ്. കൂടെ നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളുമുണ്ട്. വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ വാഹനം ഇരുട്ടുമൂടിയ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിന് മറികടന്നുകൊണ്ട് മറ്റൊരു വാഹനം പോവുകയാണ്. കയറിപ്പോയ വാഹനം ഓവർ സ്പീഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു വാശി കയറുകയാണ്. എനിക്ക് മുന്നേ പോകണം, എനിക്ക് ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്യണം എന്നുള്ള വാശി. ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ട് കുതിക്കുകയാണ്. മീറ്ററിൽ സ്പീഡ് ലിമിറ്റ് കാണിക്കുന്നുണ്ട്, റെഡ് സിഗ്നൽ കത്തുന്നുണ്ട്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം മുന്നേ പോകുന്ന ആ ഒരു വാഹനം മാത്രമാണ്. അമിത വേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമാകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ നല്ല രീതിയിൽ ഭയന്നു പോകുന്നു. നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നു. ചുറ്റുമുള്ള ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, ഇരുട്ട് മാത്രം. സുഹൃത്തുക്കളുടെ കരച്ചിൽ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ഭയാനകമായ ഒരു ശബ്ദത്തോടെ നിങ്ങൾ തെറിച്ചു പോകുകയാണ്. നിങ്ങളിപ്പോൾ ആ വാഹനത്തിലില്ല. ശരീരമാകെ കീറി മുറിക്കുന്ന വേദനയാണ്. പക്ഷെ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് തലപൊക്കി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് ആരൊക്കെയോ ഓടി വരുന്നുണ്ട്. അവർ നിങ്ങളെ തട്ടി ഉണർത്താനായി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ താങ്ങിയെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോഴും കണ്ണു തുറക്കാനോ സംസാരിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. പിന്നീട് അങ്ങോട്ട് ആംബുലൻസിന്റെ ശബ്ദം മാത്രം. സംഭവം അറിഞ്ഞ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളവർ എല്ലാം ഓടിയെത്തുന്നു. അവരുടെ കരച്ചിലുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ഒരു സംഭവം നിങ്ങളായി ഒന്ന് ചിത്രീകരിച്ചു നോക്കിയേ. പലർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ ഒരു അവസ്ഥ. മുന്നോട്ട് പറഞ്ഞു തീർക്കാനായി എനിക്ക് കഴിയില്ല. കാരണം 6 വർഷം മുമ്പ് ഇതുപോലൊരു വാഹനത്തിൽ ഞാനും സഞ്ചരിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹവും ഉറ്റവരുടെ പ്രാർത്ഥനയും കൂടെ ഉള്ളത് കൊണ്ട് പരിക്കുകളോടെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ആ ഒരു സംഭവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നും എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എന്റെ മുന്നിലേക്ക് വന്ന ഒരു വീഡിയോ ആണ് ഇത്. ഉത്തരാഖണ്ഡിലെ ദഹ്റാഡൂണിൽ വെച്ചുണ്ടായ വാഹനാപകടം. 6 സ്റ്റുഡൻസ് മരണപ്പെട്ടു. എന്താണ് സംഭവം എന്നറിയാനായി ഞാൻ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ കണ്ടു മുഴിപ്പിക്കാനായി കഴിഞ്ഞില്ല. അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു ഞാൻ ആ വീഡിയോയിലൂടെ കണ്ടത്. ഈ ഒരു സംഭവം നടക്കുന്നത് 2024 നവംബർ 12, അതായത് ഈ കഴിഞ്ഞ 12-ന് വെളുപ്പിന് 2 മണിക്കാണ്. സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. അതുൽ അഗർവാൾ എന്ന ചെറുപ്പക്കാരന് തന്റെ അച്ഛൻ പുതിയൊരു ഹൈക്രോസ് വാങ്ങി കൊടുക്കുകയാണ്. കാർ കിട്ടിയതിന്റെ സന്തോഷത്തിൽ തന്റെ സുഹൃത്തുക്കളായ കാമാക്ഷി, നവ്യ ഗോൾ, ഋഷഭ് ജെയിൻ, പുനീത്, കുനാൽ കുക്രജ, സിദ്ധേഷ് അഗർവാൾ തുടങ്ങിയ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഒരു പാർട്ടി കൊടുക്കുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവിനായി ഇവർ വണ്ടി റോഡിലേക്ക് ഇറക്കി. തമാശകളും കളിച്ചിരികളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഇവരുടെ വണ്ടിയെ മറികടന്നുകൊണ്ട് ഒരു BMW കാറ് പോയിരുന്നു. അത് കണ്ടുകൊണ്ട് ആ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാനായി ഇവർ സ്പീഡ് കൂട്ടുന്നു. അമിത വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ആ വണ്ടി ഒരു ട്രക്കുമായി ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ആ വണ്ടി പൂർണ്ണമായും തകർന്നിരുന്നു. അപകടത്തിൽ ആ വാഹനത്തിൽ നിന്നും ഒരു പെൺകുട്ടി തെറിച്ചു വീണിരുന്നു. ശരീരം ഒരിടത്തും തല മറ്റൊരിടത്തും. 6 പേരാണ് മരണപ്പെട്ടത്. ഒരാൾ പരിക്കുകളോടെ ഹോസ്പിറ്റലിലും. ഈ ദാരുണമായ അപകടത്തിൽ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മ അവരെ അറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുമെന്ന് നിസ്സംശയം പറയാം. മദ്യലഹരിയിലോ അല്ലാതെയോ വാഹനം ഓടിക്കുമ്പോൾ ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്തി മുന്നോട്ട് കുതിച്ചു പായുമ്പോൾ ഓർക്കുക, ഒരൊറ്റ സെക്കൻഡിലെ കൈവിട്ട കളിയിൽ പൊലിയുന്നത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവനുകളുമാകാം. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, വേഗത കുറയ്ക്കുക. സ്പീഡ് കിൽസ് യുവർ ഹാപ്പിനെസ്. ഡ്രൈവ് സേഫ്.